ഹായ് ഗൈസ്, ഞാനൊരു സിനിമ കണ്ടു. ഒരമ്മയ്ക്ക് തൻ്റെ മകളെയോ മകനെയോ തിരിച്ചറിയാനായിട്ട് ഒരു DNA ടെസ്റ്റിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടാവുമോ? 98% ആളുകൾക്കും അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഈവൻ അവർ ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ പോലും ഒരു 5ഓ 10ഓ വർഷമൊക്കെ കാണാതിരുന്നിട്ട് കണ്ടാൽ പോലും തിരിച്ചറിയാനായിട്ട് സാധിക്കുമല്ലേ? പക്ഷേ ഇങ്ങനെ സാധിക്കാതിരുന്നാൽ എങ്ങനെയായിരിക്കും? 1928 അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ വെച്ചിട്ട് ക്രിസ്റ്റിൻ കോളിൻസ് എന്ന് പറയുന്ന ഒരു അമ്മയ്ക്ക് ഒരു ദുരനുഭവം ഉണ്ടാകുന്നു. അവരുടെ 9 വയസ്സുള്ള വാൾട്ടർ കോളിൻസ് എന്ന മകനെ കാണാതായി പോവുകയാണ്. അങ്ങനെ അവർ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നു. അവർ സ്വന്തമായിട്ട് അന്വേഷണം നടത്തുന്നു. പക്ഷേ കുട്ടിയെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. 5 മാസങ്ങൾക്ക് ശേഷം ലോസ് ആഞ്ചലസ് പോലീസ് ഈ കുട്ടിയെ കണ്ടെടുത്തു എന്ന് പറഞ്ഞ് വരുന്നു. ക്രിസ്റ്റിൻ കോളിൻസിൻ്റെ കയ്യിൽ ഈ കുട്ടിയെ ഏൽപ്പിക്കുന്നതും അമ്മയും മകനുമായിട്ട് റീയൂണൈറ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. കാരണം ക്രിസ്റ്റിൻ ഈ കുട്ടിയെ കാണുന്ന സെക്കൻഡിൽ തന്നെ ക്രിസ്റ്റിന് മനസ്സിലാകുന്നൊരു കാര്യമാണ്, ഇത് തൻ്റെ മകനല്ല. അതായത് തൻ്റെ മകനായിട്ടുള്ള വാൾട്ടർ കോളിൻസിനെ അല്ല പോലീസുകാർ തൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ക്രിസ്റ്റിൻ അപ്പം തന്നെ പോലീസുകാരോട് പറയുന്നു, ഇതെൻ്റെ മകനല്ല, നിങ്ങൾക്ക് ആൾ മാറിപ്പോയതാണെന്ന് പറയുന്നു. പക്ഷേ പോലീസുകാർ പറയുന്നു, നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നതാണ്. കാരണം കഴിഞ്ഞ 5 മാസമായിട്ട് നിങ്ങൾ ഈ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഇവൻ ഏത് സാഹചര്യത്തിലായിരുന്നതെന്ന് നമുക്കറിയില്ല. ഇവന് പട്ടിണിയായിരിക്കാം, അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇവൻ്റെ ഫേസൊക്കെ മാറിപ്പോയതാണ്, അങ്ങനെ മാറിപ്പോയതാണെന്നൊക്കെ പോലീസുകാർ പറഞ്ഞ് ക്രിസ്റ്റിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ക്രിസ്റ്റിൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതെൻ്റെ മകനല്ല. ആ കുഞ്ഞാണെങ്കിൽ പോലും ക്രിസ്റ്റിനോട് പറയുന്നത്, ഞാൻ വാൾട്ടർ കോളിൻസ് ആണ്, നിങ്ങളെൻ്റെ അമ്മയാണ്, എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം എന്നൊക്കെയാണ് ആ കുഞ്ഞ് വരെ പറയുന്നത്. പക്ഷേ ക്രിസ്റ്റിന് മനസ്സിലാകുന്നില്ല. ക്രിസ്റ്റിൻ കൃത്യമായിട്ട് പറയുന്നു, ഇതെൻ്റെ മകനല്ല, എൻ്റെ മകൻ ഇങ്ങനല്ല, എൻ്റെ മകനെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അങ്ങനെ പോലീസുകാർ ഓൾറെഡി അത് ന്യൂസൊക്കെ ആയിട്ട് വാർത്താക്കാരും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ പോലീസുകാർ ഓൾറെഡി പറയുന്നു, ഒരു കാര്യം ചെയ്യാം, നമുക്കിത് പിന്നെ സോർട്ട് ചെയ്യാം, തൽക്കാലം ഇപ്പം നിങ്ങൾ ഈ കുട്ടിയായിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ പത്രക്കാരുടെ മുമ്പിൽ ഒരു ഷോ ഓഫ് ഒക്കെ കാണിച്ചിട്ട് ഈ അമ്മയും കുഞ്ഞിനെയും വീട്ടിലോട്ട് പറഞ്ഞു വിടുകയാണ്. ഈ കുട്ടിയെ ക്രിസ്ത്യൻ വളരെ നല്ലോണം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. കാരണം ക്രിസ്ത്യൻ അറിയാം, ഈ കുട്ടിക്ക് ഇനി പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല, ഇവള് മാത്രമേ ഈ കുട്ടിക്കുള്ളൂ. പക്ഷേ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവൾക്ക് വൃത്തിയായിട്ട് അറിയാം, ഇത് അവളുടെ മകനല്ല എന്ന്. ഞാൻ ഈ പറഞ്ഞത് ശരിക്കും 1928 അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നടന്നിട്ടുള്ള ഒരു റിയൽ ആയിട്ടുള്ളൊരു കഥയാണ്. ക്രിസ്റ്റിൻ കോളിൻസ് എന്ന് പറയുന്ന ഒരു അമ്മയ്ക്ക് സ്വന്തം മകനെ നഷ്ടപ്പെടുന്നതും പോലീസുകാർ വേറൊരു കുട്ടിയെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതാണ് നിങ്ങളുടെ കുട്ടി എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. കാരണം അതൊരു അഭിമാന പ്രശ്നമായിരുന്നു അവർക്ക്. അവരുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു എഫിഷ്യൻസി തെളിയിക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ ഒരു കള്ളത്തനം കാണിക്കുന്നത്. അങ്ങനെ ക്രിസ്റ്റിൻ ഇത് തൻ്റെ കുട്ടിയല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള നിയമ പോരാട്ടം നടത്തുന്നതും സ്വന്തം കുഞ്ഞിനെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നതുമാണ് ഈ സിനിമ. ഇത് വളരെ ബ്യൂട്ടിഫുൾ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു ഹാർട്ട് വ്രഞ്ചിങ് ആയിട്ടുള്ള ഒരു വിങ്ങലോടെ കാണാൻ പറ്റുന്ന, നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. സിനിമയുടെ പേര് ചേഞ്ചലിംഗ് എന്നാണ്. ഇത് നമ്മുടെ ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. 2008 ഇറങ്ങിയാണ്. ഞാനിത് റീവാച്ച് ചെയ്ത സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി. കാരണം ആഞ്ചലീന ജോളിയാണ് ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്, ക്രിസ്റ്റീൻ എന്നുള്ള ക്യാരക്ടർ. പുള്ളിക്കാരിയുടെ പെർഫോമൻസ് ജസ്റ്റ് എന്താ പറയുക, നമുക്കൊരു പെയിനാണ് ഈ സിനിമ കാണുമ്പോൾ. എപ്പോഴും ഒരു വെയിറ്റാണ് ഈ സിനിമയിൽ ഈ ക്യാരക്ടർ കൊണ്ടു നടക്കുന്നത്. ആ ഒരു പെയിൻ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ കണ്ണ് നിറയുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഈ സിനിമയിലുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും. ഇതിനൊരു സൈക്കോപാത്ത് സ്റ്റോറിയും കൂടെ ഇതിന് പാരലായിട്ടൊക്കെ പോകുന്നുണ്ട്. സിനിമ കുറച്ച് ഫിക്ഷണലായിട്ട് കാര്യങ്ങളെ കാണിക്കുന്നുണ്ടെങ്കിലും ഇതൊരു റിയൽ സംഭവമാണ്. അങ്ങനെ ആൻ്റണീന ജോളിയുടെ പെർഫോമൻസിന് വേണ്ടി നിങ്ങൾക്ക് ഈ സിനിമ കാണാം. പിന്നെ നിങ്ങൾ വളരെ സോഫ്റ്റ് ഹാർട്ടായിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിൽ ഈ സിനിമ കാണണമെന്നില്ല. കാരണം നമുക്കൊരു കണ്ണുനീരുണ്ടാവും ഈ സിനിമയിൽ. അമ്മയുടെ പെയിനായിട്ടുള്ളൊരു കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് എന്തായാലും ഉണ്ടാവും. ആൻ്റണീന ജോളിയുടെ പെർഫോമൻസ് ഈസ് ജസ്റ്റ് അമേസിങ്. പിന്നെ ഞാൻ ആലോചിച്ച വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ 1928 അമേരിക്കയിൽ ഒരു കുട്ടിയെ കാണാതാകുമ്പോൾ അത് അവിടുത്തെ പോലീസുകാർ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുക്കുകയും ഇങ്ങനെ അന്വേഷണം നടക്കുകയും അമ്മയ്ക്ക് അതിനെതിരെ സംസാരിക്കാനും സിസ്റ്റത്തിനെതിരെ ചോദ്യം ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അവസരം കിട്ടുകയും അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളൊക്കെ ഉണ്ടാവുകയും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. ഞാൻ ആലോചിച്ചു, 1928 കേരളത്തിൽ ഒരു സാധാരണക്കാരിയായ ഒരു അമ്മയ്ക്കൊരു കുട്ടിയെ കാണാതായി പോയാൽ ഇങ്ങനൊരു കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള അവസരമെങ്കിലും ഉണ്ടായിരുന്നതാണോ? അങ്ങനെ ഒരു പോലീസ് സിസ്റ്റം ഉണ്ടായിരുന്നതാണോ? അറിയാൻ വയ്യ. ഒരു മീഡിയ എന്തായാലും ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. സോ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മൾ ഇങ്ങനെ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലൊക്കെ ഇരുന്ന ഒരു സമയത്തായിരുന്നു അത്. നമ്മൾ ഈ 2026 ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടാൽ എങ്ങനെയാണോ ഒരു കേസ് ഫോളോ ചെയ്യുന്നത്, അതേപോലെയാണ് അവർ 28 ഏകദേശം ഒരു 100 വർഷം മുമ്പ് ആ ഒരു കേസ് ഫോളോ ചെയ്തിരുന്നതെന്ന് കാണുമ്പോൾ നമ്മൾ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തു. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കാൻ പറ്റുന്ന സിനിമയാണ്. കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. വേറെ സിനിമയായിട്ട് പിന്നെ കാണാം.